പോലീസിൽ, ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്, ആഭ്യന്തര വകുപ്പ് പിൻവാതിൽ നിയമനങ്ങൾക്ക് ഇതേ പോലീസ് സംവിധാനം തന്നെ ഇന്ന് പ്രത്യേകമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ണൂർ ജില്ലയിലെ ഷിനു ചൊവ്വ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതോടൊപ്പം തന്നെ ചിത്രേഷ് എന്ന് പറയുന്ന മറ്റൊരാൾ എറണാകുളം സ്വദേശിയാണ്, കൊച്ചി സ്വദേശിയാണ്, ബോഡി ബിൽഡർമാരാണ്. ബോഡി ബിൽഡർമാർക്ക് പിൻവാതിൽ നിയമനം നൽകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് പ്രത്യേകമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ട ആളുകളാണ്. ഒരു വട്ടം പരാജയപ്പെട്ടപ്പോൾ ഒരു പരാതി കൊടുത്തു, ഞങ്ങളെ കരുതി കൂട്ടി പരാജയപ്പെടുത്തി, അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും പരീക്ഷ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പൊ രഹസ്യമായി അത് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പൊ രണ്ടാമത് പോലീസ് മേധാവി നൽകിയിട്ടുള്ളത്. ബോഡി ബിൽഡർമാർ സ്പോർട്സ് കോട്ടയിൽ പെടുന്ന ആളുകളല്ല. സ്പോർട്സ് കോട്ടയിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഐറ്റം ഇല്ല. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കെ അനസ് എടത്തൊടിക പോലെയുള്ള അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ ഇപ്പോൾ നിയമനം കാത്തു നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഷിനു ചൊവ്വയെ പോലുള്ള CPMന്റെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടങ്ങളിൽ ഉൾപ്പെടെ സംഘടനാ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ KSU കോൺഗ്രസുകാരൊക്കെ മർദ്ദിക്കാനും ഒക്കെ ഓടി നടക്കുന്ന വളരെ തീവ്രമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ പിൻവാതിൽ നിയമനത്തിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ഇതേ ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടങ്ങളിലൊന്നും ഡിവൈഎഫ്ഐയുടെ ഒരു സമരം പ്രതിഷേധം ഞങ്ങൾ കേൾക്കുന്നില്ല. ഈ പിൻവാതിൽ നിയമനങ്ങൾ നടപ്പിലാക്കുന്ന സമയത്തൊന്നും അവിടെയൊന്നും അവരാരെയും കാണുന്നില്ല. അപ്പോ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ വകുപ്പ് മാത്രമല്ല, ആഭ്യന്തര വകുപ്പും പരാജയമാണ്. എല്ലാ മേഖലകളിലും ഈ സംസ്ഥാന ഗവൺമെന്റ് പരാജയമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി നടത്താതിരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ മറ്റൊരു വിഷയം കൂടി ജില്ലയ്ക്കകത്തും കൂടി ഉള്ള കാര്യം കൂടി സൂചിപ്പിക്കേണ്ട അവസരമുണ്ട്. കേരളോത്സവം ഈ മാസം 26, 27, 28, 1 തീയതികളിൽ, ഫെബ്രുവരി 26, 27, 28, മാർച്ച് 1 തീയതികളിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ സ്വാഗത സംഘവും സംഘാടക സമിതി ഉൾപ്പെടെയുള്ള യോഗങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞതാണ്. നിങ്ങൾ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കേരളോത്സവം ഇപ്പോൾ നടത്തേണ്ട എന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജനക്ഷേമ ബോർഡ് തീരുമാനിക്കുകയാണ്. തീരുമാനിച്ചതിന്റെ കാരണം വകുപ്പിന് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. കേരളോത്സവം നടപ്പാക്കുന്നതിന് ഇതിൽ പുറകിലേക്ക് പോകുമ്പോൾ അതിന്റെ യുവജനക്ഷേമ ബോർഡിന്റെ ചെയർമാൻ ആലപ്പുഴ ജില്ലക്കാരനായ സജി ചെറിയാനാണ് അതിന്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സനോജാണ്. പഞ്ചായത്ത് തലം മുതൽ മത്സരങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം വരെയുള്ള മത്സരങ്ങൾ നടന്നു. കലാകായിക പ്രതിഭകളും അല്ലെങ്കിൽ ആളുകളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി മത്സരത്തിൽ പങ്കെടുത്തു. പലരും അതിനു വേണ്ടിയിട്ടും ജേഴ്സി മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി വന്ന് മത്സരരംഗത്തൊക്കെ പങ്കെടുത്ത മത്സര വിജയികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സംസ്ഥാന കേരളോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പരിപാടിയെ സംസ്ഥാന ഗവൺമെന്റ് ഉപേക്ഷിക്കുകയാണ്. യുവജനക്ഷേമ ബോർഡിന്റെ തലപ്പത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരാളിരിക്കുന്നത്. യുവജനക്ഷേമ ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളോത്സവം സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതേ ആലപ്പുഴയിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അവിടെ നിന്നും സംസ്ഥാന ഗവൺമെന്റ് പിന്നോട്ട് പോവുകയാണ്. അപ്പൊ ഏത് മേഖലയിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്? യുവജന വിരുദ്ധമായ നടപടികളാണ്. പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. വിരമിക്കപ്പെട്ട ആളുകൾ പോലും തിരിച്ചു വന്ന് വീണ്ടും കസേരയിലിരിക്കുക. 58 നിന്ന് 60 വയസ്സാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തി. 60 വയസ്സാക്കി ഉയർത്തിയെന്ന് മാത്രമല്ല, അതിന് മുൻകാല പ്രാബല്യത്തിലാണ്. കഴിഞ്ഞ വർഷം മെയ് മാസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ആ വിരമിക്കൽ പ്രായം ഉയർത്തുന്നത്. ഒരുമിച്ചൊരു ഓർഡർ ഇറക്കുന്നതിന് പകരം, കമ്പനി ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചൊരു ഓർഡർ ഇറക്കുന്നതിന് പകരം ഓരോ സ്ഥാപനങ്ങളെ വ്യത്യസ്തമായി ഓർഡർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔഷധിക്ക് ഒരു ഓർഡർ, അതോടൊപ്പം തന്നെ ആയുഷിന് ഒരു ഓർഡർ, IHRDക്ക് ഒരു ഓർഡർ, നോർക്കയ്ക്ക് ഒരു ഓർഡർ, കേരള ഫീഡ്സിന് ഒരു ഓർഡർ, അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്ക് ഓരോന്നോരോന്നായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 35,000-ഓളം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ പോവുകയാണ്. സംസ്ഥാനത്തിനകത്ത് 155-ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ വിരമിക്കൽ പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തുമ്പോൾ 35,000 തൊഴിലവസരങ്ങളെങ്കിലും മിനിമം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി അവരുടെ ഉദ്യോഗാർത്ഥികളുടെ പരാതി റിട്ടിനെ തുടർന്ന് മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഈ സംസ്ഥാനത്തിനകത്ത് അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് അംഗീകരിക്കില്ല, സ്വയം അംഗീകരിക്കാൻ തയ്യാറല്ല. ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണെന്നുള്ളതാണ് KM ബാലഗോപാൽ പറയുന്നത്. യുവജനക്ഷേമ ബോർഡിന്റെ കേരളോത്സവം ഒഴിവാക്കുന്നതിന്റെ കാരണം ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് പണമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളെ നിയമിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ്, പണമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള എല്ലാ വക ഏർപ്പാടുകളും ഇതേ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ചെയ്യുന്നു. അങ്ങനെ യുവജന വിരുദ്ധമായ നടപടികളുമായിട്ട് ഒരു വശത്ത് സംസ്ഥാന ഗവൺമെന്റ് പോകുന്നു. ആരോഗ്യ മേഖലയിലെ പോരായ്മകളെ പറ്റി ചോദിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് ഇപ്പോഴും കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ളത്. അപ്പൊ ഈ പണം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ മരുന്ന് കമ്പനികളൊന്നും തന്നെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് മരുന്ന് വിതരണം നടത്തുന്നില്ല. അപ്പൊ അവിടെയും പറയുന്നത് എന്താ? പണമില്ല. എന്നാൽ അത് തുറന്ന് സമ്മതിക്കില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി പലയിടങ്ങളിൽ നടന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും ഉദ്ഘാടനങ്ങളുടെ തിരക്കിലാണ്. തറക്കല്ലിടലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി.
ഈ തറക്കല്ലിടലിനപ്പുറത്തേക്ക്, ഉദ്ഘാടന മാമാങ്കങ്ങൾക്ക് അപ്പുറത്തേക്ക് നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി പരിപാടി കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനിടയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ, കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഗുരുതരമായ അനാസ്ഥകളാണുള്ളത്. ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ വിഷയങ്ങളുണ്ട്, ഓരോ അനുഭവങ്ങളുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ആ വിനോദിനി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിക്ക് എത്രയോ ജീവിതം ആ കുട്ടിയെ സംബന്ധിച്ച് ബാക്കിയുണ്ട്. ആ കുട്ടി വലതുകരമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ പരാജയം കൊണ്ടല്ലേ? ആ കുട്ടിയുടെ വലതുകരം ഒരു വെപ്പ് കൈയായി കാണുമ്പോഴെങ്കിലും ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇവരുടെ കരമൊന്ന് വിറക്കണ്ടേ, ഇവരുടെ മനസ്സൊന്ന് അലിയണ്ടേ? അവിടെയെങ്കിലും ഇവരൊന്ന് സ്വയം ഒന്ന് കുറ്റസമ്മതം നടത്തണ്ടേ? സിസ്റ്റത്തിന് ഈ പറയുന്ന ആരോഗ്യവകുപ്പിന് പരാജയം ഉണ്ടായി എന്ന് സ്വയം ഒരു കുറ്റസമ്മതം നടത്താനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഇവർക്ക് ഉണ്ടാകണ്ടേ? എല്ലായിടത്തും ന്യായീകരണമാണ്, എല്ലായിടത്തും വിമർശനമാണ്. ആരെങ്കിലൊക്കെ വിമർശിച്ചാൽ ഉടനെ വ്യക്തിപരമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് വ്യക്തിപരമായിട്ട് എടുത്ത് അതിന് വേണ്ടുന്ന ന്യായങ്ങൾ ഇങ്ങനെ ചമയ്ക്കുകയാണ്. പിന്നെ ഇരവാദം പറയുകയാണ്, മറ്റ് സഹമന്ത്രിമാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അവർ വനിതയല്ലേ, അവർ സ്ത്രീയല്ലേ, അവർക്കൊരു പരിഗണന കൊടുത്തുകൂടെ എന്നുള്ള ഇരവാദം പറയുകയാണ്. ഇതൊന്നും നിലനിൽക്കുന്ന ന്യായങ്ങളോ വാദങ്ങളോ അല്ല. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെച്ചൊഴിയുകയാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ച്, ആരോഗ്യരംഗത്തെ ഈ ചികിത്സ തേടി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി നിലയ്ക്ക് അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ രാജിവെച്ചൊഴിയണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഭാഗമായ സമരങ്ങളാണ് ഇന്നലെ ആലപ്പുഴയിൽ തുടങ്ങി, തിരുവനന്തപുരത്ത് നടന്ന് ഇന്നും നാളെയും, ഇന്ന് പത്തനംതിട്ടയിൽ നടക്കും, മറ്റു ദിവസങ്ങളായി നടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്.